ഇന്ന് നല്ലൊരു പ്ലഫി ആയിട്ടുള്ള മസാല ഓംലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 എണ്ണം എടുക്കാം കേട്ടോ. ഇനി അതൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു ഹാൻഡ് ബീറ്ററാണ് കേട്ടോ ഉപയോഗിച്ചത്. നന്നായിട്ട് പതഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി വേണ്ടത് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതൊന്ന് ഇതുപോലെ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതൊന്ന് വഴന്ന് വരുന്ന സമയത്താണ് മസാലകളൊക്കെ ചേർക്കേണ്ടത്. മസാലയായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എരിവ് അനുസരിച്ച് ചേർക്കുക. കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ അങ്ങ് വഴറ്റിയാൽ മതി. ഇനി അതൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടേൻ്റെ ബാറ്ററില്ലേ അതൊന്ന് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. തീ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയാൽ മതി. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ. ആ സമയത്ത് നമുക്കിത് ഒന്ന് മറിച്ചിടാവുന്നതാണ്. മറിച്ചിടുമ്പോഴാണ് ഇച്ചിരി ടാസ്ക് ഉള്ളത്, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ മസാല ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് ചോറ് കൂട്ടിയിട്ട് കറിയൊന്നും വേണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. ഞാനിവിടെ ഇച്ചിരി സോസ് കൂട്ടിയാണ് കഴിച്ച് നോക്കുന്നത്. അപ്പോൾ ഞാൻ ചോറ് തിന്ന കാരണം അങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഒരു ഓംലേറ്റ് ലവറാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.